Hi guys, welcome back to Hacker Tech School's Lovable Tutorial. All hands on deck. സോ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ട്യൂട്ടോറിയലോടെ നമ്മൾ ലവബിൾ എന്നുള്ളൊരു ടൂൾ, അതായത് ഫ്രം പ്രോംപ്റ്റ് ടു ഫുള്ളി ഫങ്ഷനിങ് ആപ്പ് റെഡി ടു ഡിപ്ലോയ് ചെയ്യാൻ പറ്റിയ വെബ് ആപ്പ് ബിൽഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതായിരിക്കും. സോ ഇതിന് കുറച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്, കുറച്ച് വർക്ക് ഫ്ലോസ് ഉണ്ട് ഫോളോ ചെയ്യാൻ, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാം. പിന്നെ സോ ഇപ്പം നിങ്ങൾ ബിഗിനർ ആയാലും അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏത് സെക്ടർ ആയാലും അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഫീൽഡായാലും ഏത് ഏജ് ആയാലും നിങ്ങൾക്ക് ഇത് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ ഒരു ട്യൂട്ടോറിയൽ പ്ലാൻ ചെയ്തിട്ടില്ലേ. പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങളുണ്ട്. അടിയിലൊരു ഫോം എടുത്തിട്ടുണ്ട്. ആ ഫോം നിങ്ങൾ രജിസ്റ്റർ ചെയ്തതിന് നിങ്ങളൊരു വാട്സപ്പ് ചാനലിലേക്ക് റീഡയറക്റ്റ് ചെയ്തിരിക്കും. അവിടെ നിങ്ങൾക്ക് വരുന്ന ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും നിങ്ങൾക്ക് അവിടെ ആ ചാനലിലത്തെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനോട് ചോദിക്കാം. പിന്നെ നിങ്ങൾക്ക് നല്ലൊരു കമ്മ്യൂണിറ്റി കൂടിയാണ്. സോ ലെറ്റ്സ് ബിഗിൻ. സോ എന്താണ് ലവബിൾ? സോ ലവബിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എനിക്കൊരു വെബ്സൈറ്റോ അല്ലെങ്കിൽ ഒരു ആപ്പ് ഉണ്ടാക്കണമെങ്കിൽ ജസ്റ്റ് ഞാൻ പ്രോംപ്റ്റ് അടിച്ചിട്ട് AI-നോട് ചാറ്റ് ചെയ്താൽ മതി. AI-നോട് ഇങ്ങനത്തെ ഒരു ഡിസൈനിലുള്ള ആപ്പ്, ഈ ഒരു ഫീച്ചറിലുള്ള ആപ്പ് എന്ന് പറയുമ്പോൾ AI എനിക്ക് വേണ്ടിയിട്ടുള്ള ആപ്പ് വിത്ത് ടെക്സ്റ്റിന് ഉണ്ടാക്കി തരും. സോ ഞാൻ ജസ്റ്റ് ടെക്സ്റ്റ് വെച്ച് ഇൻട്രാക്ട് ചെയ്തതിന് ആപ്പായിട്ട് കിട്ടും. ജസ്റ്റ് നിങ്ങൾ ChatGPT പോയിട്ട് എന്തെങ്കിലും ടെക്സ്റ്റ് ആയിട്ട് എന്ത് ചെയ്ത് പറഞ്ഞാൽ തിരിച്ച് കിട്ടുന്നത് ടെക്സ്റ്റ്. ബട്ട് ഇവിടെ നിങ്ങൾ ടെക്സ്റ്റ് ആയിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഫങ്ഷനിങ്ങിലായിട്ടുള്ള ആപ്പ് അല്ലെങ്കിൽ പ്രൊഡക്റ്റാണ്. സോ അതാണ് ലവബിൾ. സോ നമ്മൾ ഇന്ന് ഒരു പ്രൊജക്ട് ബേസ്ഡ് ആയിട്ടൊക്കെ നമ്മൾ ഈ ട്യൂട്ടോറിയലിൽ പോകുന്നത്. സോ നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത് വെച്ചാൽ ഒരു പേഴ്സണൽ ഫിനാൻസ് മാനേജ്മെൻറ്റ് ആപ്പാണ് ബിൽഡ് ചെയ്യാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ടുള്ള വർക്ക് ഫ്ലോസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യണം. സോ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രോംപ്റ്റ്. നമുക്കൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്രോംപ്റ്റ് വേണം. അതിന് പറയുന്ന പേരാണ് അല്ലെങ്കിൽ PRD ഡോക്യുമെൻറ്റേഷൻ. സോ നമുക്ക് വേണ്ട ഫീച്ചേഴ്സ് എന്താ, ആപ്പ് എന്താണ്, ആപ്പ് എന്തിൻ്റെ ഡിസൈൻ ബേസിസ് എന്തുണ്ടാണ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ഫസ്റ്റ് ഫേസിൽ ഡിസ്കസ് ചെയ്യാം. സോ PRD ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് ChatGPT പോയിട്ട് GPTC കയറ്റി ലവബിൾ PRD എന്ന് സെർച്ച് കഴിഞ്ഞാൽ ലവബിൾ PRD പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം PRD ജനറേറ്റർ. സോ ഇവിടെ നിങ്ങളെ ആപ്പ് എന്താണെന്ന് ജസ്റ്റ് പറയാൻ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഡോക്യുമെൻറ്റേഷൻ കിട്ടും. അതിൽ നിങ്ങളുടെ ഡിസൈൻ, നിങ്ങളുടെ ആപ്പിൻ്റെ ഫീച്ചേഴ്സ്, സിസ്റ്റം റോൾസ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. സോ നമുക്ക് PRD സെറ്റ് ചെയ്യാം. അതാണ് സ്റ്റെപ്പ് 1. സോ ഞാൻ പറയുന്നു ഐ നീഡ് എ പേഴ്സണൽ ഫിനാൻസ് മാനേജ്മെൻറ്റ് ആപ്പ് വേർ I can input my expenses, income, expense income, and all the things related, salary and all, and it shows me in a dashboard my monetary management dashboard. സോ ഞാൻ ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. എനിക്കൊരു പേഴ്സണൽ ഫിനാൻസ് മാനേജ്മെൻറ്റ് ആപ്പ് ഉണ്ട്. അവിടെ ഞാൻ എൻ്റെ എക്സ്പെൻസ് ഇൻകം എല്ലാം എനിക്ക് ഇൻപുട്ട് ചെയ്യാം. സാലറി റിലേറ്റഡ് ആയിട്ട് ബാക്കിയുള്ള കാര്യത്തിൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്കൊരു ഡാഷ്ബോർഡായി കാണിക്കണം. സോ എന്നോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ ആൻസർ ചെയ്യേണ്ടി പോകുന്നതാണ്. മൾട്ടിപ്പിൾ യൂസ്, പേഴ്സണൽ യൂസ് for everyone. Yes. അപ്പോൾ പറഞ്ഞാൽ ഒരു master-plan.md അതാണ് നമ്മളെ PRD. ഓക്കെ. സോ PRD എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് റിക്വയർമെൻറ്റ് ഡോക്യുമെൻ്റ് ആണ്. അതിലേക്ക് നമ്മൾ പ്രോഡക്റ്റിൻ്റെ എന്ത് റിക്വയർമെൻറ്റ്, ഫീച്ചേഴ്സ്, ഡിസൈൻ വൈസ് കാര്യങ്ങൾ, ഇംപ്ലിമെൻറ്റേഷൻ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അടങ്ങിയ ഒരു ഫയലാണ് PRD. സോ നമുക്ക് ഫസ്റ്റ് ഇതൊരു PRD കിട്ടിയിട്ടുണ്ട്, master-plan.md. അതിൽ പേഴ്സണൽ ഫിനാൻസ് ആപ്പാണ്. എക്സ്പെൻസ് ഇൻകം, സാലറി എല്ലാം നമുക്ക് കാണാം. ഓക്കെ, ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. സോ അടുത്ത ഇംപ്ലിമെൻറ്റേഷൻ പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നമുക്കത് യെസ് കൊടുക്കാം. നമുക്ക് ഡിസൈൻ ആസ്പെക്റ്റിൽ എന്ത് കളറിൽ എങ്ങനത്തെ കാര്യങ്ങൾ
യൂസറിന് കാണുമ്പോൾ എന്തോ ഫീൽ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളാണ് ഡിസൈൻ ആസ്പെക്റ്റിൽ വരുന്നത്. ബ്രാൻഡിൻ്റെ ടോൺ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. ഓക്കെ, ആപ്പിൻ്റെ ഫ്ലോവും റോൾസും. ഓക്കെ, സോ നമുക്ക് 4 PRDs കിട്ടിയിട്ടുണ്ട്. 4 യൂസ് കേസിനാണ്. ഒന്ന് മാസ്റ്റർ പ്ലാൻ ആണ്, അതായത് നമ്മൾ പ്രൊഡക്റ്റിൻ്റെ മെയിൻ ഐഡിയ. സെക്കൻഡ് ആണ് ഡിസൈൻ, നമ്മൾ ആപ്പിൻ്റെ ഡിസൈൻ എങ്ങനെ ആയിരിക്കണം അങ്ങനത്തെ ഡീറ്റെയിൽസ് ഇല്ല. തേർഡ് ഇംപ്ലിമെൻറ്റേഷൻ. ഫോർത്ത് ആണ് ഇംപ്ലിമെൻറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആപ്പ് സ്റ്റെപ്പ് ബൈ ആയിട്ട് വരുമ്പോൾ ഫസ്റ്റ് എന്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം, സെക്കൻഡ് എന്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം, തേർഡ് എന്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലെ ഡീറ്റെയിൽസ്. ഫോർത്ത് ആൻഡ് ഫൈനലാണ് ആപ്പിൻ്റെ ഫ്ലോ, അങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം. ഓക്കെ, സോ നമ്മൾ ഇത് ജസ്റ്റ് അല്ല ഒരു സിംഗിൾ ഫയലായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറയുന്നതാണ്. സോ ഒരു ഫുള്ളി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള നമുക്ക് എന്ത് കിട്ടി, PRD ഡോക്യുമെന്റ് റിസീവ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മൾ ഫസ്റ്റ്. സീ യു ഇൻ ദ സെക്കൻഡ് പാർട്ട്.